ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് മിറർ ടെക്നിക്ക് ഉപയോഗിച്ച് എങ്ങനെ ഹീലിംഗ് യാഥാർത്ഥ്യമാക്കാം എന്നതിനെക്കുറിച്ചാണ്. ഞാൻ ഈ ഹീലിംഗ് എന്ന് പറയുമ്പോൾ കേവലം നമ്മുടെ ഫിസിക്കലായിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. കാരണം എനിക്കറിയാം ഒരുപാട് പേര് മെൻ്റൽ ലെവലിലും ഇമോഷണൽ ലെവലിലും ഒക്കെ ഒരുപാട് സഫറിങ് അനുഭവിക്കുന്നുണ്ട്, പെയിൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വേദന ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഹീലിംഗ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. നമ്മൾ ഈ മിറർ ടെക്നിക്കിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ രോഗശാന്തിയുടെ അടിസ്ഥാനം നിങ്ങൾ മനസ്സിലാക്കണം. മൈൻഡും ബോഡിയും തമ്മിൽ ഒരു വലിയ കണക്ഷനുണ്ട്. അതുകൊണ്ട് തന്നെ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് നമ്മുടെ കാര്യത്തിൽ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. കാരണം സിംറ്റംസ് വെറുതെ എവിടെ നിന്നും വരുന്നതല്ല, അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാവും. ചിലർ പറയും, ഞാൻ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിന് അസുഖം വരാൻ വേണ്ടി ചിന്തിച്ചിട്ടില്ല. ശരിയാണ്, നിങ്ങൾ ബോധപൂർവം, അതായത് കോൺഷ്യസ്ലി ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇതാണ് നിങ്ങൾ അറിയേണ്ട സീക്രട്ട്. നമ്മൾ 95% സമയവും പ്രവർത്തിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ കോൺഷ്യസ്ലി അസുഖം വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിവിടെ ഒരു വിഷയമേ അല്ല. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് രോഗത്തിന് കാരണമായ ചിന്തകളാണോ ചിന്തിക്കുന്നത്, അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നമ്മളെപ്പോഴും പറയുന്നൊരു തത്വമുണ്ട്, അകത്തുള്ളതുപോലെ പുറത്തും. ഈ തത്വം 100% സത്യമാണ്. അതുകൊണ്ട് ശാശ്വതമായൊരു രോഗശാന്തി വേണമെങ്കിൽ, അതായത് ഹീലിംഗ് വേണമെങ്കിൽ, അത് പുറത്ത് നിന്ന് തുടങ്ങാൻ കഴിയില്ല. അത് ഉള്ളിൽ നിന്ന്, അകത്ത് നിന്ന് തുടങ്ങണം. നമ്മുടെ ശരീരത്തിൽ രോഗശാന്തി തുടങ്ങേണ്ടത്, അതായത് ഹീലിംഗ് തുടങ്ങേണ്ടത് നമ്മുടെ മനസ്സിനെ സുഖപ്പെടുത്തിക്കൊണ്ടാണ്. നിങ്ങൾ വേദനയെ എത്രത്തോളം എതിർക്കുന്നുവോ, എത്രത്തോളം അതിനെതിരെ പോരാടുന്നുവോ, അത്രത്തോളം അത് മോശമാകും. കാരണം നിങ്ങൾ നിങ്ങളുടെ ശക്തി, അതായത് നിങ്ങളുടെ എനർജി അതിന് നൽകുകയാണ്. ഓർക്കുക, നിങ്ങൾ എന്തിനെയാണോ ചെറുക്കുന്നത് അത് നിലനിൽക്കും. അതുകൊണ്ട് അതിനോട് പോരാടുന്നത് നിർത്തി അതിനെ അംഗീകരിക്കാം. ഈ ടെക്നിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനം ആ അനുഭവം ഇപ്പോൾ തന്നെ സൃഷ്ടിക്കുക എന്നതാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്. നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സുഖമായി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് അനുഭവം ലഭിക്കുന്നുവോ ആ അനുഭവം ഇപ്പോൾ തന്നെ മനസ്സിൽ കൊണ്ടുവരണം. വെറുതെ കുറച്ച് വാക്കുകൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് പറഞ്ഞാൽ രോഗം മാറില്ല. നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനെയും ഹൃദയം കൊണ്ട് അനുഭവിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ വൈബ്രേഷൻ നിങ്ങൾ സ്വയം ഉൾക്കൊള്ളണം. അപ്പോഴാണ് നിങ്ങളുടെ ലോകം മാറാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് മിറർ ടെക്നിക്കിൻ്റെ ഒരു ജനറൽ ലേഔട്ട്. ഇനി നമുക്ക് മിറർ ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, നിങ്ങളൊരു കണ്ണാടിക്ക് മുന്നിൽ പോവുക. നിങ്ങളുടെ അരയ്ക്ക് മുകളിലുള്ള ഭാഗം നന്നായി കാണാൻ കഴിയുന്നതാണ് ഉചിതം. രണ്ടാമത്തെ സ്റ്റെപ്പ്, ആത്മവിശ്വാസത്തോടെ തല ഉയർത്തി നല്ല പോസ്റ്ററിൽ നിൽക്കുക, ഒരു യോദ്ധാവിനെ പോലെ. മൂന്നാമത്തെ സ്റ്റെപ്പ്, 1-2 തവണ ദീർഘമായി ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുക. ശരീരം ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. നാലാമത്തെ സ്റ്റെപ്പ്, നിങ്ങളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കുക. അഞ്ചാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ചുണ്ടുകൾ ചലിക്കുന്നത് കാണാനും നിങ്ങളുടെ കാതുകൾക്ക് കേൾക്കാനും കഴിയുന്ന രീതിയിൽ ഉറക്കെ സംസാരിക്കാം. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള അഫർമേഷനുകൾ ഉപയോഗിക്കാം. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എൻ്റെ മനസ്സും ശരീരവും ശക്തിയുള്ളതാണ്. എല്ലാ ദിവസവും ഞാൻ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം പ്രസൻറ്റ് ടെൻസിൽ പറയുക. പക്ഷേ അവിടെ മാത്രം സ്റ്റോപ്പ് ചെയ്യരുത്. ഈ മിറർ പ്രാക്ടീസ് ഒരവസരമായിട്ട് കാണുക. എന്തിനുള്ള അവസരം? നിങ്ങളുമായിട്ടൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ആ വ്യക്തിയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കറിയാം ചില ആളുകൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവരെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അതാദ്യം മാറ്റണം. നിങ്ങൾ നിങ്ങളുടെ അടുത്ത് സ്ഥിരമായി പറയുന്ന നെഗറ്റീവ് കാര്യങ്ങൾ മറ്റൊരാളോട് പറയുകയാണെങ്കിൽ അവർ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ സ്ഥിരം കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്. അയ്യോ, ഞാൻ തടി കുറച്ചില്ല, എൻ്റെ മുടി കൊഴിഞ്ഞു, ഇതെന്തൊരു രൂപമാണ്, ഇങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾ നിങ്ങളോട് സ്ഥിരമായി പറയുന്ന ഈ നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരോടോ
നിങ്ങളുടെ പങ്കാളിയോടോ പറഞ്ഞാൽ അവർ എങ്ങനെ പ്രതികരിക്കും? അവർക്ക് സങ്കടമാവില്ലേ? എല്ലാം എനർജിയാണ്. നമ്മുടെ ചിന്തകളും വാക്കുകളുമാണ് നമ്മുടെ ലോകം സൃഷ്ടിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ മോശം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ശരീരം എങ്ങനെയാണ് പോസിറ്റീവായിട്ട് പ്രതികരിക്കുക? ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് ഇനി മുതൽ ഇത് ചെയ്യുക. ഓരോ തവണ കണ്ണാടിയിൽ നോക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് നല്ല ഒരു കാര്യം പറയുക. നിങ്ങൾക്ക് നിങ്ങളുടെ ചിരി ഇഷ്ടമായിരിക്കാം, നിങ്ങളുടെ കണ്ണ് ഇഷ്ടമായിരിക്കാം, ഇന്ന് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇഷ്ടമായിരിക്കാം. എന്തായാലും സാരമില്ല, പോസിറ്റീവായ ഒന്ന് മനഃപൂർവ്വം കണ്ടെത്തുക. നിൻ്റെ ചിരി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഈ ഡ്രസ്സ് നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ഇങ്ങനെ ലളിതമായ കാര്യങ്ങൾ മതി. സ്വയം സ്നേഹം നൽകുക, അത്രേ ഉള്ളൂ. നമ്മൾ എത്ര ടഫായിട്ട് പുറത്ത് അഭിനയിച്ചാലും നമ്മുടെ എല്ലാ ഉള്ളിലെ ആ ഒരു ഇന്നർ ചൈൽഡ് സ്നേഹിക്കപ്പെടാൻ അമിതമായി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ മറ്റൊരാളുടെ അംഗീകാരത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ ഈ സമയം ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ അനുവാദം നൽകുക. അതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ സ്വയം ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞ് കുറച്ച് കംഫർട്ടബിൾ ആയെങ്കിൽ ഇനി അടുത്ത പടിയിലേക്ക് കിടക്കാം. നിങ്ങളുടെ കണ്ണുകളിലേക്ക്, ആത്മാവിലേക്ക് ആഴത്തിൽ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ പേര് പറഞ്ഞ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുക. ഉദാഹരണത്തിന്, നിഷ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു നിഷ. അങ്ങനെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിക്കാൻ തുടങ്ങുന്നത് വരെ ഇത് ആവർത്തിക്കുക. വേണമെങ്കിൽ കൈ ഹൃദയത്തിൽ വെച്ച് പറയാം. അത് നിങ്ങളെ ആ ഒരു ഫീലിങ്ങുമായിട്ട് പെട്ടെന്ന് ബന്ധിപ്പിക്കും. നിങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നം നിങ്ങൾ നിങ്ങളെ വിലമതിക്കാത്തതാണ്. നിങ്ങളുടെ മൂല്യം അറിയുക, നിങ്ങളുടെ വില അറിയുക. വേദനയുള്ള ഭാഗങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ശരീരഭാഗങ്ങളെ സ്നേഹത്തോടെ അംഗീകരിക്കുക. അവയോട് സംസാരിക്കുക, സമാധാനത്തിലാവുക. സ്നേഹം കൊണ്ട് വേദനയെ മായ്ച്ചു കളയുക. സങ്കടം വന്നാൽ കരയാൻ പേടിക്കരുത്. ഫീലിങ്ങിനെ പുറത്തു വിടുക, അതിനെ അനുഭവിക്കുക. സ്നേഹം എന്ന വാക്ക് കേൾക്കുമ്പോൾ ചിലർക്ക് പഴഞ്ചനായിട്ടൊക്കെ തോന്നാം. പക്ഷേ ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് എത്രത്തോളം പ്രധാനമാണെന്ന് സയൻസ് വരെ പറയുന്നുണ്ട്. നിങ്ങൾ ഭയത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ സ്ട്രെസ് ഹോർമോണുകളെയും വിഷാംശമുള്ള വസ്തുക്കളെയും രക്തത്തിലേക്ക് റിലീസ് ചെയ്യും. ഇത് നമ്മുടെ സെൽസിൻ്റെ വളർച്ചയ്ക്ക്, അതായത് കോശങ്ങളുടെ വളർച്ചയെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ അവ നശിക്കാനും കാരണമാവും. എന്നാൽ നേരെ തിരിച്ചാണെങ്കിലോ, നിങ്ങൾ നിങ്ങളുടെ ലോകത്ത് സ്നേഹം കാണാൻ തുടങ്ങുമ്പോൾ ബ്രെയിൻ ഡോപ്പമിൻ, ഓക്സിറ്റോക്സിൻ പോലുള്ള പോസിറ്റീവ് കെമിക്കൽസ് രക്തത്തിലേക്ക് റിലീസ് ചെയ്യും. ഇത് ഹെൽത്തി ഗ്രോത്തിന് കാരണമാവും. നിങ്ങൾ ഈ ടെക്നിക്കോ അല്ലെങ്കിൽ മറ്റേത് ടെക്നിക്കുകൾ ഉപയോഗിച്ചാലും അതിൻ്റെ അടിത്തറ സ്നേഹം മാത്രമാണ്. അതുമാത്രമാണ് ശാശ്വതമായ മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരിക. അൺകണ്ടീഷണലി സ്നേഹിക്കാൻ പഠിക്കുക. പരിഹാരം എപ്പോഴും പുറത്തല്ല, അത് നിങ്ങളുടെ ഉള്ളിലാണ് ഉള്ളത്. രോഗശാന്തി ഉൾപ്പെടെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ശക്തിയും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓരോ ദിവസവും രാവിലെ നിങ്ങളുടെ ദിവസം തുടങ്ങുന്നതിന് മുൻപോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപോ ഈ മിറർ ടെക്നിക്ക് ചെയ്യുക. നിങ്ങൾ ആരാണെന്ന് നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? നിങ്ങളുടെ പുറം ലോകം നിങ്ങളുടെ ഉള്ളിലുള്ള ലോകത്തെ അതേപടി പ്രതിഫലിപ്പിക്കാൻ തുടങ്ങും. കാരണം നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നിങ്ങൾക്ക് ലഭിക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്